ഗൈസ്, നിങ്ങളൊരു കൊപ്പക്കായ ലവറാണോ? നമ്മുടെ നാട്ടില് കൊപ്പക്കായ എന്നാണ് പറയാ. ചില സ്ഥലത്ത് ഓമയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ പറയും. നമ്മളെ കൊപ്പക്കായക്കാരാണ്. നമ്മളിവിടെ സ്വീഡനിൽ വന്നിട്ട് ഇതുവരെ കൊപ്പക്കായ വാങ്ങിയിട്ടില്ല കേട്ടോ. നാട്ടിലെങ്ങനെ പോകുമ്പോൾ കിട്ടിയാൽ കഴിക്കും എന്നല്ലാണ്ട് ഇവിടെ നമ്മൾ വാങ്ങിയിട്ടേ ഇല്ല. ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട്, പക്ഷെ വാങ്ങിയിട്ടില്ല. പക്ഷെ ഇന്നലെ നമ്മൾ ഈ കൊപ്പക്കായ വാങ്ങി. ഇപ്പോൾ കൊപ്പക്കായനെ കട്ട് ചെയ്യാനെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പഴയ കൊപ്പക്കായ ഓർമ്മകൾ ഇങ്ങനെ ചിറക് വിടർത്തി ഉണർന്നു എന്ന് പറയാം. പണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഒരു 6-7 കൊപ്പക്കായ മരം ഉണ്ടായിരുന്നു. നിറച്ച് കൊപ്പക്കായ മരമായിരുന്നു. പിന്നെ എല്ലാ കൊപ്പക്കായ മരത്തിലും വലിയ കൊപ്പക്കായ ഒന്നും അല്ല ഉണ്ടാവുക, ചെറുത്, മീഡിയം, വലുതും ഒക്കെ ഉണ്ടാവുമെങ്കിലും കുറേ മരം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്തൊന്നും ആൾക്കാർക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റില്ല. എൻ്റെ അമ്മ, ചേച്ചി ഈ കൊപ്പക്കായ കൊണ്ടേക്കോ, ചേച്ചി ഈ കൊപ്പക്കായ കൊണ്ടോക്കോ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും വെറുതെ വിടില്ലായിരുന്നു. പേടിച്ച് ആ വഴി ആൾക്കാർ പോവില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു കേട്ടാ. ഇപ്പൊ അവിടെ കൊപ്പമരം ഉണ്ടായി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ചെല്ലുമ്പോൾ അങ്ങനെ കിട്ടാറില്ലല്ലോ, ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അന്ത കാലത്ത് കുറേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കൊപ്പക്കായ എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ കഴിക്കാന്ന്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഡിഫറെൻറ്റ് വേയിലാണ് കൊപ്പക്കായ കഴിക്കുക. സാധാരണ നമ്മൾ ഈ മാങ്ങയൊക്കെ കഴിക്കണ പോലെ ഇതിന്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഫ്രോക്ക് കൊണ്ട് വന്ന് കുത്തി കഴിക്കും. ഫ്രോക്കില്ലെങ്കിൽ കൊപ്പല കൈ കൊണ്ട് എടുത്ത് കഴിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളുടെ കൊപ്പക്കായ മുറിക്കേണ്ട ഒരു പാകം എന്ന് പറയുന്നത് ചീയണേനും 2 ദിവസം മുന്നേ. 2 ദിവസം കൂടി ഞാൻ കൊപ്പക്കായ ചെയ്യും. അത്രയ്ക്ക് പോണം ആ കൊപ്പക്കായ. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ പിളിഞ്ഞു പോണം. അതാണ് ഞങ്ങളുടെ ഒരു പരിപ്പ്. ഇത് കൂടുതലും അച്ഛനാണ് ഞങ്ങൾക്ക് കൊപ്പക്കായ കട്ട് ചെയ്ത് തരാം. ഈ കൊപ്പക്കായ ഇങ്ങനെ നേരെ കട്ട് ചെയ്ത്, അപ്പോൾ എത്ര ആൾക്കാരാണോ അതനുസരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൂരിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഒരു ടീസ്പൂണും തരും. ആ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കൂരി കഴിക്കുക. കൂർക്കൊക്കെ കുടിക്കണ പോലെ. പല്ലിനൊന്നും ഒരു പണിയില്ല. അത് വയറ് വെക്കുമ്പോഴേക്ക് തളിഞ്ഞു പോകും. കടിച്ചു മുറിച്ച് കൊപ്പക്കായ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയാം അന്ത കാലത്ത്. കാരണം എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കഴിക്കുക. അതെന്താണാവോ അങ്ങനെ കഴിച്ചത്? വേറെ ആരും അങ്ങനെ കൊപ്പക്കായ കഴിച്ചത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ പീസ് ഒക്കെ ആയിട്ട് കഴിക്കും. ഞങ്ങളിങ്ങനെ കുറുക്കു പോലെയാണ് ഈ കൊപ്പക്കായ കഴിക്കാറ്. അന്ന് എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഈ കൊപ്പക്കായ കഴിക്കലും. അന്ന് എനിക്കിഷ്ടം ഇത് മുഖത്തിടലായിരുന്നു. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഒക്കെ ഇടക്കിടക്കെടുത്ത് മുഖത്തിടും. പപ്പായ ഫേഷ്യലായിരുന്നു ഞങ്ങളുടെ മെയിനായിട്ട്. എനിക്ക് തോന്നാറുണ്ട് അതാണ് എൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന്. പല ആൾക്കാരും ഇന്നും നിർത്തും കൊപ്പക്കായ ഫേഷ്യൽ അല്ലേ. കൊപ്പക്കായ വാങ്ങാത്ത കാരണം പെട്ടെന്നൊരു കൊപ്പക്കായ വാങ്ങിയപ്പോൾ എനിക്ക് പഴയ ഓർമ്മകൾ വന്നു. ഞാൻ റീസെൻ്റ്ലി അമ്മേനെ വിളിച്ചപ്പോൾ പറഞ്ഞോളൂ, ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് കൊപ്പക്കായ ഉപ്പേരി വെച്ച് തരണമെന്ന്. പണ്ട സാധനം ഉണ്ടെങ്കിൽ ഞാൻ വീട് വിട്ട് പോകുന്ന നടക്കാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാണ് കൊപ്പക്കായ എനിക്ക് ഉപ്പേരി കൂട്ടണമെന്ന്. വെറുതെ പറഞ്ഞതാണ്. ഇനി ഞാൻ മറന്നാലും അമ്മ അത് മറക്കില്ല. ചെന്നിട്ടെങ്കിൽ വെക്കേഷനെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പോരാണ്ടേ അമ്മയ്ക്ക് കൊപ്പക്കായ ഉപ്പേരി വെച്ച് തരും.